കൊല്ലത്ത് വയോധികയെ ബലാത്സംഗം ചെയ്ത യുവാവ് പിടിയിലെന്ന വാർത്ത. 65-കാരിക്ക് നേരെ അതിക്രമം നടത്തിയ 24-കാരൻ കുന്നത്തൂർ സ്വദേശി അനൂജിനെ പോലീസ് പിടികൂടി. വീട്ടിലേക്ക് പോകും വഴി വയോധികയെ വലിച്ചിഴച്ച് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. ആദ്യം കണ്ണനല്ലൂർ SHOയുടെ പ്രതികരണം കേൾക്കാം. അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു സ്ത്രീയെ ഇങ്ങനെ ആക്രമിച്ചത്. 60 വയസ്സുണ്ട് ആ സ്ത്രീ. അപ്പൊ അവര് വന്നതിന് ശേഷം ഇവന് ലഹരി എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. 24 വയസ്സാണ്. അനൂജ് എന്നാണ് പേര്. നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ മാഡത്തിന്റെ നമ്മുടെ ACP അദ്ദേഹത്തിന്റെ എല്ലാവരുടെ ഒരു ഡയറക്ഷനിലോടുകൂടി ഒരു ടീമായിട്ട് പോലീസ് പോയി ആണ് അറസ്റ്റ് ചെയ്തത്. പബ്ലിക് എല്ലാവരും നല്ല, ജനങ്ങളെല്ലാം നല്ല പോലീസിനോടൊപ്പം സഹകരിക്കുകയും എല്ലാവരും ഒത്തൊരുമിച്ചുള്ളൊരു അന്വേഷണത്തിലാണ് പ്രതിയെ നമുക്ക് കണ്ടുപിടിക്കാനും അറസ്റ്റ് ചെയ്യാനും പറ്റിയത്. കണ്ണൻ നായരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കണ്ണൻ, കേട്ടതിൽ വെച്ച് ഏറ്റവും നടുക്കുന്ന ഒരു സംഭവമാണ് കൊല്ലത്ത് നിന്ന് വരുന്നത്. ഈ പറയുന്ന 24-കാരനായി പ്രതിയുടെ അമ്മയേക്കാൾ പ്രായമുണ്ടാകും ആ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീക്ക്. അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അമ്മയെന്ന് പറയാൻ പറ്റില്ല, അമ്മുമ്മയുടെ പ്രായമുണ്ടാകും. 24 വയസ്സ് മാത്രമാണ് ഈ കൊടും കുറ്റവാളിക്കുള്ളത്. അയാളാണ് ഈ ലഹരിക്കടിമയായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് സംഭവം. ആ സ്ത്രീക്ക് വളരെ ആരോഗ്യനില മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോയി തിരികെ വരികയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു വിജനമായ വഴിയുണ്ട്, അവിടെ കുറ്റിക്കാടുണ്ട്. ആ പ്രദേശത്ത് കൂടി സാധാരണ അവർ അതുവഴി യാത്ര ചെയ്യുന്നതാണ്. അതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായി തന്നെ ആ റോഡിൽ ആ വഴിയിൽ കൂടി പോയ സമയത്താണ് ഈ വൃത്തികെട്ട മനുഷ്യൻ അവിടെ ഇരിക്കുകയും ആ സ്ത്രീയെ കടന്നു പിടിക്കുകയും അവരെ മാരകമായി ആക്രമിക്കുകയും ആദ്യം അടിച്ച് താഴെയിട്ടു. അതിനുശേഷം കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ അമ്മയേക്കാൾ അല്ലെങ്കിൽ അമ്മുമ്മയോളം പ്രായമുള്ള ഒരു സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. അതിനുശേഷം ഇയാൾ ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി. അതായത് തൊട്ട് അടുത്തുകൂടി കല്ലടയാർ കടന്നു പോകുന്നുണ്ട്. ആ സ്ത്രീയോട് പറഞ്ഞു, ഇനി കാര്യങ്ങൾ പുറത്തുപോയി പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, തന്നെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞു. ആ സ്ത്രീ പേടിച്ചു. കാര്യം തൊട്ടപ്പുറത്ത് കായലുണ്ട്, ആ കായലിലേക്കെങ്ങാണം ഇയാൾ തള്ളിയിട്ട് കഴിഞ്ഞാൽ മരണം സംഭവിക്കും. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ പറഞ്ഞു ഒരു കാരണവശാലും പുറത്തു പറയില്ല. തൊഴുകൈകളോടുകൂടിയാണ് അവർ പറഞ്ഞത്. അതിനുശേഷം ഈ പ്രതി രക്ഷപ്പെട്ടു. ഒരു കാരണവശാലും പുറത്തു പറയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതി രക്ഷപ്പെടുകയും പിന്നീട് ഈ സ്ത്രീ നാട്ടുകാർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സ്ത്രീ മകളെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും മകൾ പോലീസിൽ വിവരമറിയിക്കുകയും ആശുപത്രിയിലേക്ക് ഈ അമ്മയെ മാറ്റുകയുമായിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് കാര്യങ്ങൾ കൂടുതലായി പോലീസ് ചോദിച്ചറിയുന്നത്. പോലീസ് ആ സമയം ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ ചാത്തന്നൂർ ACP അടക്കമുള്ള ആൾക്കാർ അവിടെ സ്വാതന്ത്ര്യ പരേഡിലായിരുന്നു. അവർ തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തെക്കുറിച്ച് അറിഞ്ഞത്. എന്തും ഇതേനെയും ആ പ്രതിയെ പിടികൂടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. അതിൽ നാട്ടുകാരുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. നാട്ടുകാർ ഈ പോലീസിന്റെ ആ ഒരു കൃത്യത്തിൽ അവരുടെ പങ്ക് വലിയ രീതിയിലുണ്ടായിരുന്നു. കുറേയേറെ ആൾക്കാർ, നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത്. മീയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ പ്രതി ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ പിന്നീട് ഈ ആശുപത്രിയിൽ എത്തിച്ച് ഈ അമ്മയ്ക്ക് മുന്നിൽ എത്തിച്ച് തന്നെ ക്രൂര കൃത്യത്തിനിരയാക്കിയ പ്രതിയെ അവർ തിരിച്ചറിഞ്ഞു. അതിനുശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചുമത്താവുന്ന പരമാവധി വകുപ്പുകളെല്ലാം ചുമത്തിയാണ് ഈ പ്രതിക്കെതിരെ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിക്രൂരമായിട്ടുള്ള ഒരു കൃത്യമാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കണ്ണൻ, ഈ അതിക്രമത്തിനിരയാക്കപ്പെട്ട സ്ത്രീ പറഞ്ഞ ഒറ്റ വാചകത്തിൽ നിന്നാണ് പോലീസ് ഇയാളിലേക്ക് എത്തിയത് എന്ന് കേൾക്കാൻ സാധിച്ചു. ഒരു നീല ഷർട്ടെന്ന് തുമ്പിൽ പിടിച്ച് കേരള പോലീസ് നടത്തിയ അതിഗംഭീരമായ അന്വേഷണമാണ്. അന്വേഷണത്തെ പറ്റി കൂടി. കേരള പോലീസിന്റെ ഈ അന്വേഷണത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടതുണ്ട്. കാര്യം ഇന്ന് ഈ പ്രതി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിക്കുമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു നിഗമനം. കാര്യം ഇന്ന് ഈ പ്രതി ഈ പ്രദേശത്തുകാരനല്ല. ഈ പ്രതിയെ നാട്ടുകാരും കണ്ടിട്ടില്ല. ഈ പ്രതിയെ ഈ അമ്മ നേരത്തെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാളെ കുറിച്ചുള്ള ഒരു പലതരത്തിൽ അന്വേഷിച്ചു, പല CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോഴൊന്നും ഇങ്ങനെ ഒരാളെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നില്ല. കാര്യം കുന്നത്തൂർ എന്ന് പറയുന്നത് 30
25-30 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തത്. പക്ഷേ അതിനകത്ത് പോലീസിനും തുമ്പായി വന്നത് സാധാരണ ഒരു ചെറിയ തുമ്പെങ്കിലും ഉണ്ടെങ്കിൽ കേരള പോലീസ് അത് അന്വേഷിച്ച് കണ്ടെത്തും എന്നതിന്റെ അടുത്ത ഒരു ഉദാഹരണം കൂടിയാണിത്. ഒരു നീല ഷർട്ട് ധരിച്ച ഒരാൾ, അയാളാണ് ഈ കാബാലികൻ എന്നുള്ള വിവരം പോലീസിന് മനസ്സിലാകുന്നു. അങ്ങനെ നീല ഷർട്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, പല സ്ഥലങ്ങളിൽ നീല ഷർട്ടുള്ള ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ തന്നെ അടിമയായിട്ടുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഒരു അന്വേഷണം. അങ്ങനെയാണ് മിയണ്ണൂരിലെ ഒരു ഉൾപ്രദേശത്ത് ഒരു കുറ്റിക്കാട്ടിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ, ഏതാണ്ട് വൈകിട്ടോടുകൂടിയാണ് ഇയാളെ പിടികൂടിയത്. കുറച്ച് സമയം കൂടി കഴിഞ്ഞെങ്കിൽ ഇരുട്ട് പരന്നു കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെയേറെയായിരുന്നു. ആ നീല ഷർട്ട് കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായതും പ്രതിയിലേക്ക് എത്താൻ സാധിച്ചതും. ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മറ്റ് ഏതെങ്കിലും കുട്ടികളോ മറ്റോ ആയിരുന്നു ആ സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീ എന്തെങ്കിലും ഇതൊക്കെ വല്ലതും ചെയ്തിരുന്നെങ്കിലും അയാൾ ആ കല്ലടയാറ്റിലേക്ക് ആ സ്ത്രീയെ തള്ളിയിടാനും കൊലപ്പെടുത്താനും മടിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ചർച്ചയാവുന്ന വലിയ ഒരു ജീവൻ നഷ്ടമാവുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ പോയേനെ എന്ന് തന്നെയായാലും. മാത്രമല്ല ഈ പ്രതി ഒളിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഈ പ്രതിയെ ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷമുള്ള ഒരവസ്ഥ എന്താണ് എന്ന് ഞാൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് യാതൊരു കൂസലുമില്ല, താൻ ചെയ്തത് വലിയൊരു കുറ്റകൃത്യമാണ്, എന്നിട്ട് പോലും അയാൾക്ക് യാതൊരു കൂസലുമില്ല. അമ്മയേക്കാൾ പ്രായമുള്ള, അമ്മുമ്മയോളം പ്രായമുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ വലിച്ചു കീറിയിട്ട് അയാൾക്ക് യാതൊരു കൂസലുമില്ലാതെ ആ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളതെന്നാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും. പോലീസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ആ നീല ഷർട്ട് തന്നെയാണ്. കേരള പോലീസിന്റെ അതിഗംഭീര അന്വേഷണത്തിനൊടുവിലാണ് ഈ 24-കാരനായ അനൂജ് എന്ന കൊടും കുറ്റവാളിയെ പോലീസ് ഇന്ന് പിടികൂടിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും ശിക്ഷാരീതികളും കുറച്ചുകൂടി കടുപ്പിക്കേണ്ടതില്ലേ എന്ന് സംശയിച്ചു പോകുന്ന ചില സംഭവങ്ങളുമാണ് ഇത്തരത്തിൽ വരുന്നതും. കണ്ണൻ നായരാണ് വിശദാംശങ്ങൾ നൽകിയത്.